السلام عليكم ورحمة الله وبركاته. حديث ക്ലാസ് 1343 ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. عن عقبة بن عامر رضي الله عنه قال عقبة بن عامر رضي الله عنه നിവേദനം അവിടുന്ന് പറഞ്ഞു خرج رسول الله صلى الله عليه وسلم ونحن في الصفة. ഞങ്ങൾ സുഫത്തിൽ ഇരിക്കുമ്പോൾ, സുഫത്തിന്റെ ഹരിവാരിയിരിക്കുന്ന മദീനത്തെ ഒരു പ്രത്യേക സ്ഥലം, ആ സ്ഥലത്ത് ഞങ്ങൾ എങ്ങനെ ഇരിക്കുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് പുറപ്പെട്ടു. ഫഖാല, അവിടുന്ന് പറഞ്ഞു, അയ്യുക്കും യുഹിബ്ബു, നിങ്ങൾ ആരാണ് ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്, അൻ യഗ്ദുവ കുല്ല യൗമി ഇലാ ബുത്ഹാൻ ഔ ഇലൽ അഖീഖ്, എല്ലാ ദിവസവും രാവിലെ ബുത്ഹാനിലേക്ക് അല്ലെങ്കിൽ അഖീഖിലേക്ക് പോകാൻ ആരാണ് ആഗ്രഹിക്കുന്നത്? ബുത്ഹാൻ അഖീഖ് എന്നൊക്കെ പറഞ്ഞാൽ മദീനത്തെ 100 കിലോമീറ്റർ ദൂരെയുള്ള പ്രത്യേകമായ മാർക്കറ്റാണ്. ഫയഅ്തിയ മിൻഹു ബിനാഖത്തൈനി ഖൗമാവൈൻ, അവിടെ ചെന്ന് 2 തടിച്ചു കൊഴുത്ത നല്ല ഗർഭിണികളായ 2 ഒട്ടകത്തെ കൊണ്ടുവരിക. അങ്ങനെ ആരാണ് ആഗ്രഹിക്കുന്നത്? കുടുംബമൊന്നും ചതിക്കാതെ, കുറ്റകരമല്ലാത്ത രൂപത്തിൽ കളവ് നടത്തിക്കൊണ്ടിരുന്നില്ല, മാന്യമായ നിലക്ക് തന്നെ നല്ല 2 ഒട്ടകത്തെ പോയി കൊണ്ടുവരാൻ നിങ്ങൾ ആരാണ് ആഗ്രഹിക്കുന്നത്? അന്നത്തെ ഏറ്റവും വലിയ രസത്താണ് ഒട്ടകം എന്ന് പറയുന്നത്. വിലമതിക്കാനാവാത്ത 2 ഒട്ടകങ്ങള് നിങ്ങൾ പോയി മാർക്കറ്റിൽ പോയി നിങ്ങൾ കൊണ്ടുവരുന്നത് ആരാണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുന്നു. സ്വഹാബത്ത് നിങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നുഹിബ്ബു ദാലിക്, നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങളുടെ വലിയൊരു വരുമാനമാണല്ലോ, ഞങ്ങൾക്കത് ആഗ്രഹമാണ്. ഖാല, അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫലാ യഗ്ദു അഹദുക്കും മിനൽ മസ്ജിദി, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് രാവിലെ പോയിക്കൂടെ? ഫയഅലമ ഔ യഖറ ആയത്തൈൻ മിൻ കിതാബില്ലാഹി അസ്സ വജൽ, അവിടെ പോയി എന്തെങ്കിലും ഇൽമു പഠിക്കുകയോ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയോ ചെയ്തുകൂടെ? അത് ഖൈറുൽ ലഹു മിൻ നാഖത്തൈൻ, അതവന് 2 വിലമതിക്കാനാവാത്ത ഒട്ടകം കിട്ടുന്നതിനേക്കാൾ അവിടെ പോയി 2 ആയത്ത് ഓതുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇൽമു പഠിക്കുക, അതാണ് അവന് ഏറ്റവും ഉത്തമം. വസലാസുൻ ഖൈറുൽ ലഹു മിൻ സലാസ്, 3 ആയത്ത് ഓതൽ 3 ഒട്ടകം കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണ്. വഅർബഉൻ ഖൈറുൽ ലഹു മിൻ അർബഅ മിൻ അഅദാദിഹിൻ ഇബ്തമീൻ പറഞ്ഞു, 4 ആയത്ത് ഓതൽ 4 ഒട്ടകം കിട്ടുന്നതിനേക്കാൾ, 5 എണ്ണമാണെങ്കിൽ 5 ഒട്ടകം കിട്ടുന്നതിനേക്കാൾ, ഇങ്ങനെ എത്ര ഇൽമാണോ പഠിക്കുന്നതിൽ, എത്ര ആയത്താണ് നിങ്ങൾ പള്ളിയിൽ പോയി ഓതുന്നത്, അതിനേക്കാളൊക്കെ അതാണ് നിങ്ങൾക്ക് എത്ര ഒട്ടകം കിട്ടുന്നതിനേക്കാളൊക്കെ നിങ്ങൾക്ക് ഉത്തമമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോ ഇൽമു പഠിക്കുന്നതിന്റെ, ഖുർആൻ ഓതുന്നതിന്റെ മഹത്വമാണ് ഈ ഹദീസുകളിൽ നിന്ന് പഠിപ്പിക്കുന്നത്. പള്ളിയിൽ പോവുക, ഇൽമു പഠിക്കുക, അതുപോലെ തന്നെ ഖുർആൻ ധാരാളം ഓതുക, ഇതൊക്കെ ദുനിയാവിലും നമുക്ക് ഏറ്റവും വിലമതിക്കാനാവാത്ത എന്തൊക്കെയുണ്ടോ അതൊക്കെ ലഭിക്കുന്നതിനേക്കാൾ ആഖിറത്തേക്ക് വലിയ ഉപകാരമുള്ളതും ഉത്തമമായതും നമ്മൾ പള്ളിയിൽ പോയി ഖുർആൻ ഓതുക, അതുപോലെ തന്നെ ഇൽമു പഠിക്കുക എന്നുള്ളതാണ്. അല്ലാഹു തആല ഇത്തരം നല്ല കാര്യങ്ങളൊക്കെ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ